അങ്ങനെ നമ്മുടെ ഓണം സീരീസ് എപ്പിസോഡ് 1 സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓണമൊക്കെ ഇങ്ങനെ എത്താറായി, കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. ബ്രോഡ്വേ മേത്തർ ബസാറാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു സെറ്റ് സാരിക്ക് മാച്ച് ചെയ്തൊരു മാല നോക്കാമെന്ന, വെറും മാലയല്ല കേട്ടോ, താമരമാല. നമ്മുടെ മഞ്ജു വാര്യർ വെയർ ചെയ്ത് ഹിറ്റായിട്ടിരിക്കുന്ന, ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന താമരമാല. അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി, എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എത്തിച്ചു തരാം. അപ്പോൾ ഈ താമരമാല ഞാത്തുള്ളതും ഉണ്ട്, ഞാത്തില്ലാത്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഞാത്തില്ലാത്തത് വേണം, പിങ്ക് വേണം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനത് അവിടെ എടുത്ത് വെച്ചേക്കും കേട്ടോ. ബ്രോഡ്വേ ഫുൾ ഓണമായി കേട്ടോ, ഭയങ്കര വൈബാണ് ഓണത്തിൻ്റെ. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ വെറുതെങ്കിലൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല രസമാണ്. സമയമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇറങ്ങിയാൽ മതി കേട്ടോ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഈ താമരമാല ഇവിടെ ഉണ്ട് പിങ്ക് കളറ്, പക്ഷേ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ആദ്യത്തെ ഷോപ്പിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ചിലത് റേറ്റ് കുറവായിരിക്കും, അപ്പോൾ ക്വാളിറ്റി ഉണ്ടാവില്ല. പല ടൈപ്പ് ഉണ്ട് കേട്ടോ, ഭയങ്കര ഡിമാൻഡാണ്, കിട്ടാനില്ല. അപ്പോൾ കടയിൽ ആ ചേച്ചി പറയുന്നുണ്ട് എല്ലാവരും ബൾക്കായിട്ടൊക്കെ വന്ന് എടുത്തിട്ടും പോകുമെന്ന്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കളറൊന്നും ഉണ്ടാവത്തില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഭംഗി വേണ്ടേ, ചുമ്മാ ഒരു താമരമാലയായാൽ പറ്റില്ല. താമരമാല മാത്രമല്ല കേട്ടോ, പല ടൈപ്പ് മാലകൾ. പിന്നെ ഞാൻ മാല മാത്രം നോക്കാൻ വന്നതല്ല കേട്ടോ, തലയിൽ വെക്കുന്ന ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂല്ലേ, അതും മേടിക്കാൻ വേണ്ടി വന്നത്. അത് വീഡിയോയുടെ ഭാഗമായിട്ടാണ്. എനിക്കപ്പോൾ കുറേ വീഡിയോസ് എടുക്കാനുണ്ട്. അപ്പോൾ എപ്പോഴും പോയി മുല്ലപ്പൂ മേടിക്കൽ നടക്കണ കാര്യമൊന്നുമല്ല. എന്നാ വില മുല്ലപ്പൂവിനൊക്കെ. ഇപ്പോൾ ഓണാകുമ്പോഴത്തേക്കും ഇനിയും റേറ്റ് കൂടും മുല്ലപ്പൂവിനൊക്കെ. ഒരു മുഴത്തിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. എനിക്കാണെങ്കിൽ ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ നോക്കിയത്, പക്ഷെ നമ്മളത് വെക്കുമ്പോൾ ഒറിജിനലാണെന്ന് തോന്നുകയും ചെയ്യണം. അങ്ങനത്തെ തപ്പിയാട്ടോ വന്നത്. അപ്പോൾ അതേ നോക്കിയേ, ജമന്തി മാലകളൊക്കെ കണ്ടോ, നമ്മുടെ ഈ വോളിലൊക്കെ ഹാങ് ചെയ്ത് സെലിബ്രേഷനൊക്കെ ഭംഗിക്കൊക്കെ ഓണം വൈബ് വരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ജമന്തി മാലകളൊക്കെ കേട്ടോ. റേറ്റ് ഉണ്ട്, 150 ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു ഇത്ര മുറിച്ചാണ് തരുന്നത്. ഇതേ നമ്മുടെ ആർട്ടിഫിഷ്യൽ പൂക്കളം, അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ബ്രോഡ്വേയിലുണ്ട്. അതിന് 1000 സംതിങ് ആട്ടോ ഒരു പൂക്കളത്തിന്. ഈ ഒരു പൂക്കളം നമുക്ക് പിന്നെ ഇടുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. പല ഡിസൈനിലുണ്ട്, ചെറുതുണ്ട്, വലുതുണ്ട്. എന്ത് വേണം, എന്താ കിട്ടാത്തത്, ബ്രോഡ്വേയിലോട്ട് ഇങ്ങ് വന്നാൽ മതി. പണ്ടത്തെ കാലം ഇപ്പോഴത്തെ കാലം മാറിയില്ലേ അല്ലേ. പക്ഷേ ഒറിജിനൽ പൂക്കൾ ഇടണതിൻ്റെ ആ സുഖമൊന്നും ഇതിന് കിട്ടത്തില്ല കേട്ടോ. പിന്നെ പൂ കിട്ടാത്തവർക്ക് ഇതൊക്കെ ഒരു നല്ലൊരു ഓപ്ഷനാണ്. ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ ചെറുപ്പകാലം ഓർമ്മ വരും. പൂക്കളമൊക്കെ കാണുമ്പോൾ ഇപ്പോഴത്തെ ഓണവും അന്നത്തെ ഓണവും ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അന്നൊക്കെ പറഞ്ഞാൽ പാടത്തുനിന്ന് പൂക്കളൊക്കെ പറിച്ച്, പിന്നെ നമ്മുടെ മുറ്റത്തൊക്കെ അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ടാവും. ചെടിയും ഈ ഓണത്തിനിടാൻ പറ്റിയ ജമന്തി, മൊസാണ്ട അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ പൂക്കളം ഇടുന്നതൊക്കെ ഒരു കാലം മനസ്സിൽ എന്നും ഇന്ന് ആ ഒരു വൈബൊന്നും നമുക്ക് കിട്ടത്തില്ല. ഇപ്പോഴത്തെ കുട്ടികളോട് അത് പറഞ്ഞാലും മനസ്സിലാവുകയില്ല. പിന്നെ മുല്ലപ്പൂ പല കടകളിലും കണ്ടു, ആർട്ടിഫിഷ്യൽ തലയിൽ ചൂടുന്ന മുല്ലപ്പൂവേ. പക്ഷേ അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു അഴുക്ക് പിടിച്ച പോലത്തെ ഒരു കളറൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ ഇരിക്കണം. അതേ താമരമാല ഈ ഷോപ്പിലുണ്ട്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് കുറേ ഷോപ്പിൽ കയറുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പൂക്കളത്തിൻ്റെ കാര്യം പറഞ്ഞാണ്. അപ്പം എൻ്റെ ചെറുപ്പത്തിലേ ഞങ്ങൾ പൂക്കളം ഇടും, എല്ലാ ദിവസവും ഇടും. കാരണം ഞങ്ങളുടെ വീടിൻ്റെ ഇപ്പുറത്ത്, നമ്മൾ ക്രിസ്ത്യൻസാണ്, എൻ്റെ വീടിൻ്റെ ഇപ്പുറത്ത് കൺമണി ചേച്ചിയും റോസേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കര, അന്ന് ഇന്നത്തെ അയൽവക്കം പോലെയല്ല, അന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അയൽവക്കങ്ങൾ വീടുകൾ കുറവാണ്. പക്ഷെ ഉള്ളത് ഭയങ്കര ഐക്യവും ഭയങ്കര ഒത്തൊരുമയാണ്. അവിടെ എന്തുണ്ടാക്കിയാലും നമുക്ക് കൊണ്ടുതരും പായസം. അങ്ങനെ ഓണാകുമ്പോഴത്തേക്കും കൺമണി ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും പായസം എല്ലാം കൊണ്ടുത്തരും. അതൊക്കെ ഒരു നല്ലൊരു എന്താ പറയുക, എന്നും മനസ്സിൽ നിൽക്കുന്ന നല്ല ഓർമ്മകളാട്ടോ. അപ്പം കൺമണി ചേച്ചിയുടെ വീട്ടിൽ വലിയ പൂക്കളം ഇടും. അപ്പോൾ ആ പൂക്കളത്തിനേലും വലിയതാക്കാൻ മത്സരമാണ് ഞങ്ങൾ. കൺമണി ചേച്ചിയുടെ ചേട്ടൻ റോസേട്ടൻ അടിപൊളിയായിട്ട് ഡ്രോയിങ് ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ചേട്ടൻ നല്ല അടിപൊളിയായിട്ടൊക്കെ വരച്ച് ഡിസൈൻ ചെയ്തിട്ടൊക്കെ പൂക്കളൊക്കെ ഒരുക്കും. അപ്പം ഞങ്ങളും മത്സരമാണ് അതിനേലും നന്നായിട്ട് ഉണ്ടാക്കാൻ. പക്ഷെ അത്രയും ഞങ്ങളുടെ നന്നാവില്ല, എന്നാലും അതൊക്കെ ഒരു കാലം അല്ലേ. നിങ്ങൾക്കും ഉണ്ടാവില്ല ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളും എഴുതി ടൈപ്പ് ചെയ്തിടൂ. അപ്പോൾ രസമല്ലേ അതൊക്കെ നമുക്ക് വായിക്കാനൊക്കെ. വേറെ കടകളിൽ കയറിയപ്പോൾ അവിടെ ഉണ്ടിട്ട് ഇങ്ങനത്തെ പൂക്കളൊക്കെ. പക്ഷേ എനിക്കൊരു മനസ്സും കൊണ്ട് നമുക്ക് ആ ഒരു ഒറിജിനൽ പൂടുന്നതിൻ്റെ ഒരു സുഖം കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഷോപ്പിൽ കയറിയപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് താമരമാലയൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനപ്പോൾ അത് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കട്ടെ. ഇവിടെ പല ടൈപ്പിലുള്ള മുല്ലപ്പൂ ആർട്ടിഫിഷ്യൽ മാലകൾ കണ്ടു. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ അകത്ത് ശരിക്കും ഒറിജിനൽ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ മേടിക്കാമെന്ന് വിചാരിച്ചു. നമുക്കൊരു സ്ട്രിപ്പിന് എന്തോ 20 രൂപ, 50 രൂപ, അങ്ങനെ 30 രൂപ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അത് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് താമരമാലയുടെ ചോക്ക.
അപ്പോൾ ഈ ചോക്കർ പല ടൈപ്പ് ഉണ്ട്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ചെറിയ താമരയാണ്, ചെറിയ സ്റ്റഡുമാണ്, ഭംഗിയാട്ടോ. എപ്പോഴും നമുക്ക് ഒത്തിരി വലിപ്പത്തിനേലും ചെറുതായിരിക്കും കൂടുതൽ ഭംഗി. ഇത് ചോക്കർ മാലകളാട്ടോ എല്ലാം. താമരമാല തന്നെയല്ല, ചോക്കറില്ലേ നമുക്ക് കഴുത്തിലിങ്ങനെ പറ്റി കിടക്കുന്ന ടൈപ്പ്. അതിൻ്റെ കമ്മലും സെറ്റൊക്കെ ആട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ ചുമ്മാ വീഡിയോ എടുത്താൽ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ ഞാൻ ഈ മുല്ലപ്പൂൻ്റെ ഇത് മേടിച്ചു. അപ്പോൾ ഇവിടെയും ഉണ്ട് ഇങ്ങനെ പൂക്കളത്തിൻ്റെ പല ഡിസൈനിലുള്ളത്. ശരിക്കും പൂക്കളം തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ എടുത്തു വെച്ചാൽ അടുത്ത വർഷം ഉപയോഗിക്കാം. പൂക്കൾ കിട്ടാത്തവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഇതൊക്കെ യൂസ് ചെയ്തേ. റിപ്പബ്ലിക് ഡേയുടെ ഒരു തീമിലുള്ള പല സംഭവങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓഗസ്റ്റ് 15 ആണല്ലോ. പിന്നെ ഈ ഓണം സെലിബ്രേഷനും ഓണം വൈബൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഇതേ ഇങ്ങനെ ഹാങ് ചെയ്തിടുന്ന ടൈപ്പ് ജമന്തിയുടെ പല ഡിസൈനിലുള്ള സംഭവങ്ങളൊക്കെ. ഇതിനെന്താ പറയണം, ഇതിനെന്തോ പേര് പറയൂ ഇതിന്. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഫുള്ള് ഓണമായാണ് ബ്രോഡ്വേ ഫുള്ളും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇതും തലയിൽ ചൂടുന്ന ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂ കേട്ടോ. ഇത് ഇത്ര ഒരു മുറിച്ച് വരും, 150 അങ്ങനെ എന്തൊക്കെയാണ്. അതിന് അളവൊക്കെ ഉണ്ട്. ശരിക്കും മുല്ലപ്പൂ പോലെ അവർ തോന്നും. പക്ഷെ മുല്ലപ്പൂ നമ്മളെപ്പോഴും ഒറിജിനൽ വെക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്മെൽ മണവും ഒക്കെ കിട്ടുമ്പോഴാണ് ഒരു ഇത് വരുള്ളൂ അല്ലേ, മനസ്സിനൊക്കെ ഒരു. പിന്നെ നമുക്ക് എന്താ പറയുക, എപ്പോഴും മുല്ലപ്പൂ ഓടിപ്പോയി മേടിക്കാൻ പറ്റത്തില്ലല്ലോ. ഇത് വേറെ ടൈപ്പ് ഓണത്തിൻ്റെ മാലകളാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഈ മറ്റേ ടെമ്പിൾ ഡിസൈനും അങ്ങനെയൊക്കെ വന്നിട്ട് പാലക്ക മാലകൾ, പാലക്കയുടെ തന്നെ ഈ ഷോപ്പിൽ നിന്ന് നമുക്ക് ഒരു സിംഗിൾ പീസായിട്ട് കിട്ടത്തില്ല. 3000 പീസായിട്ട് അവർ തരത്തുള്ളൂ. ഹോൾസെയിൽ കടയാണ്. പക്ഷെ കണ്ട് നമുക്ക് പോരാ അങ്ങനെ. അപ്പോൾ നിങ്ങളുടെ ഓണം വിശേഷങ്ങളൊക്കെ പറയൂ. എവിടം വരെ ഈ ഓണം സെലിബ്രേഷനൊക്കെ ഉണ്ടോ? സെറ്റ് സാരിയൊക്കെ റെഡിയായോ? സെറ്റ് മുണ്ടൊക്കെ മേടിച്ചോ? എങ്ങനത്തെയൊക്കെയാണ് മേടിച്ചത്? ഞാൻ ഇനി കുറേ നമ്മുടെ ഓണം സീരീസ് എപ്പിസോഡ്സ് ഇനി കുറേ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ ഷീമാട്ടിൽ നിന്നൊക്കെ മേടിച്ചല്ല സെറ്റ് മുണ്ടും സെറ്റ് സാരി അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് കുറേ റെസിപ്പീസും അടിപൊളി പായസം അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പം ബ്രോഡ്വേയിലുണ്ടല്ലോ ഭയങ്കര തിരക്കുന്നുണ്ടല്ലോ, ഭയങ്കര തിരക്ക്. ഞങ്ങൾ പെട്ടെന്ന് പോയി വരാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ നടക്കില്ല, സമയം കണ്ടെത്തി പോകണം. ഞങ്ങളൊരു സ്ഥലത്ത് വണ്ടി വെച്ചിട്ട് നടന്നാണ് പോയത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നുകൊണ്ടിരിക്കുക. ഞാൻ മേടിച്ച സാധനങ്ങളുടെ വീഡിയോ ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു, താങ്ക് യു സോ മച്ച്.